ഹായ് ഓൾ, നമ്മൾ ഇന്ന് ക്ലാസ് 8ന്റെ ചാപ്റ്റർ 4 ക്വാഡ്രിലാറ്ററൽസിലെ ഫിഗർ ഇറ്റ് ഔട്ട് പേജ് നമ്പർ 107 ആണ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ ദ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് ടു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് വിത്ത് സൈഡ്സ് 4 സെന്റിമീറ്റർ. ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ലെങ്ത് തന്നിട്ടുണ്ട്. എല്ലാം എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ സൈഡുകൾ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന രണ്ട് ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. രണ്ട് ട്രയാങ്കിൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും കിട്ടുന്നത്. ഈ ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ സൈഡ്സും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് അതിലെ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും വന്നത്. അപ്പം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എടുക്കുക. ഇതിപ്പോൾ 4 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സൈഡ്, ഇത് 4 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള അടുത്ത സൈഡ്, ഇത് ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും 4 സെന്റിമീറ്റർ. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരുന്നത്. ഇതിൻ്റെ അകത്തെ എല്ലാ സൈഡ് ലെങ്ത്തും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെല്ലാം എത്രയാണ് വന്നത്? 4 സെന്റിമീറ്റർ ആണ് വന്നത്. നമ്മളിപ്പോൾ പേര് കൊടുക്കുകയാണ് ABC. അതുപോലെ തന്നെ അടുത്ത ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ജോയിൻ ചെയ്യുമ്പോഴും ഇവിടെ കണ്ടോ, ഇതും എത്ര തന്നെയായിരിക്കും വരുന്നത്? 4 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഇത് ജോയിൻ ചെയ്യുമ്പോഴും ഇതും എത്ര തന്നെയാണ്? 4 സെന്റിമീറ്റർ തന്നെയായിരിക്കും വരുന്നത്. ഇത് D. ഇത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാം ലെങ്ത് ഈക്വൽ ആയിരിക്കണം കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഇതിൽ ലെങ്ത് വ്യത്യാസം കാണും, കാരണം ആക്ച്വൽ ലെങ്ത് അല്ല എടുത്തേക്കണേ. നിങ്ങൾ എടുക്കുമ്പോൾ ആക്ച്വൽ ലെങ്ത് മെഷർ ചെയ്തിട്ട് എടുക്കുക. 4 സെന്റിമീറ്റർ കറക്റ്റ് വരാൻ പാകത്തിന് എടുക്കുക. ഇനി ഇതിൻ്റെ അകത്തെ ആംഗിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ ആംഗിൾ എടുത്താലും അതെല്ലാം എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ബി എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ BCA എന്ന് പറയുന്നതും 60 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന എല്ലാ ആംഗിളും നമുക്ക് എത്രയായിട്ടായിരിക്കും കിട്ടണത്? 60 ഡിഗ്രി ആയിട്ടായിരിക്കും കിട്ടണത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡയഗണൽ എടുത്താലും സൈഡ്സ് എടുത്താലും എല്ലാം എത്രയായിരിക്കും വരുന്നത്? 4 സെന്റിമീറ്റർ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് ആരൊക്കെ കൂടി ചേരുന്നതാണ്? ആംഗിൾ BACയും ഇതേ കണ്ടോ, ഈ ആംഗിളും അതുപോലെ തന്നെ ആംഗിൾ DACയും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആംഗിൾ ഫുൾ ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 60 + 60 എന്ന് എഴുതാൻ പറ്റും. 60 + 60 120 ഡിഗ്രി. ആംഗിൾ എ 120 ഡിഗ്രി ആണ്. ആംഗിൾ ഡി എന്ന് പറയുന്നത് 60 ഡിഗ്രി. അതുപോലെ തന്നെ ആംഗിൾ ഡി 60 ഡിഗ്രി വരുള്ളൂ, കാരണം അഡ്ജസന്റ് ആംഗിൾ സം എപ്പോഴും എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ഇനി ആംഗിൾ ബി 60 ഡിഗ്രി ആണ്, അവിടെ അഡ്ജസന്റ് ആംഗിൾ സം തന്നെയാണ് വരുന്നത്. ആംഗിൾ സി എന്ന് പറയുന്നതും ഈ രണ്ട് ആംഗിൾ കൂടി ചേരുന്നതാണ്. 60 + 60 ആണ് വരുന്നത്. അപ്പം അതെന്ന് പറയുന്നത് 120 ഡിഗ്രി. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ലെറ്റ് ടു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഓഫ് സൈഡ് 4 സെന്റിമീറ്റർ ബി ജോയിൻഡ്. ഇവിടെ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 4 സെന്റിമീറ്ററിന്റെ ഉള്ളത് ജോയിൻ ചെയ്യുകയാണ്. അപ്പം നമുക്ക് കിട്ടും സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD എന്താണ്? എല്ലാം 4 സെന്റിമീറ്റർ ആണ്. The sides of the quadrilateral ABCD are 4 സെന്റിമീറ്റർ ഈച്ച്. ഇവിടെ ഒരു ഡയഗണൽ മതി, കാരണം നമ്മൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അതുപോലെ തന്നെ വേറൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും കൂടി ജോയിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡുകൾ ജോയിൻ ചെയ്താണ് നമുക്ക് ഡയഗണൽ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ട് എ കൈറ്റ് ഹൂസ് ഡയഗണൽ ആർ ഓഫ് ലെങ്ത് 6 സെന്റിമീറ്റർ ആൻഡ് 8 സെന്റിമീറ്റർ. ഇത് ഞാൻ കൺസ്ട്രക്ഷൻ എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ആക്കി ഇടുന്നുണ്ട്, അന്നേരം ഇത് പറഞ്ഞുതരാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിമൈനിങ് ആംഗിൾസ് ഇൻ ദ ഫോളോയിങ് ട്രപ്പീസിയം. ഇതിൻ്റെ അകത്തെ ബാക്കിയത്തെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ട്രപ്പീസിയാണ്. ട്രപ്പീസിയത്തിൻ്റെ അകത്ത് 1 പെയർ ഓഫ് പാരലൽ സൈഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ പേര് കൊടുക്കുകയാണ് ABCD എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ AB ആണ് ആർക്ക് പാരലൽ ആയിട്ട് വന്നിരിക്കുന്നത്?
ഡി സിക്ക് പാരലലായിട്ട് വന്നിരിക്കുന്നത്. എ ബി ഇസ് പാരലൽ ടു ഡി സി. അപ്പോൾ എയും ഡിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 180 ഡിഗ്രി കിട്ടേണ്ടത്. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. കാരണം നമുക്കിടെ കോ ഇന്റീരിയർ ആംഗിൾസ് അനുസരിച്ച് ആംഗിൾ എ 135 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ആംഗിൾ ഡി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 180 മൈനസ് 135 ചെയ്യും. 180 മൈനസ് 135 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടും? 45 ഡിഗ്രി ആന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാന്ന് കിട്ടി? 45 ഡിഗ്രി. അതുപോലെ തന്നെ ഇതും എ ബി എന്ന് പറയുന്ന ഡി സിയോട് പാരലൽ ആയതുകൊണ്ട് ആംഗിൾ ബിയും ആംഗിൾ സിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത്? 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നതും 180 ഡിഗ്രിയാണ്. ആംഗിൾ ബി തന്നിട്ടുണ്ട് 105 ആണ്. അപ്പോൾ 105 പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നതാണ് 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി എത്രയാന്ന് കിട്ടും? 180 മൈനസ് 105. 180 105 കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 75. 10 മൈനസ് 5 5, പിന്നെ ഉള്ളത് 7 മൈനസ് 0 7. അപ്പൊ ഈ ആംഗിൾ നമുക്ക് എത്രയാന്ന് കിട്ടി? ആംഗിൾ സി എത്രയാന്ന് കിട്ടി? 75 ഡിഗ്രി ആന്ന് കിട്ടി. അപ്പൊ ബാക്കിയത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ആംഗിൾ സി എന്ന് പറയുന്നത് 75 ഡിഗ്രി, ആംഗിൾ ഡി എന്ന് പറയുന്നത് 45 ഡിഗ്രി. ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമേ ആദ്യത്തെ കേസിൽ ഒരു ട്രപ്പീസിയം കൺസിഡർ ചെയ്യുക. ലെറ്റ് ദ ഗിവൺ ട്രപ്പീസിയം ബി, നമുക്ക് അതിന് പേര് കൊടുക്കാം. ആദ്യത്തെ ട്രപ്പീസിയത്തിന് എ ബി സി ഡി. ഇവിടെ ഏതൊക്കെ ലൈൻസ് ആണ് പാരലല്? എ ബി പാരലൽ ടു സി ഡി. ഇങ്ങനെയാണ് നമുക്കിവിടെ ഫിഗർ വന്നിരിക്കുന്നത്. ഇത് എ, ബി, ഇത് സി, ഇത് ഡി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ തന്നെ ബി പാർട്ടില് ഈ ആംഗിള് 100 ആണ് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഡി. ഇവിടെ നമ്മൾ എന്ത് തന്നെ കൊടുക്കുവാണ്? ആംഗിൾ സം പ്രോപ്പർട്ടി, ഇന്റീരിയർ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പാരലൽ ലൈൻസിന്റെ ഇന്റീരിയർ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? കോ ഇന്റീരിയർ ആംഗിൾ സം 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എ ബി എന്ന് പറയുന്നത് പാരലൽ ടു സി ഡി ആണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് ഐസോസ്ലസ് ട്രപ്പീസിയാണ്. അത് ശ്രദ്ധിച്ചോളണം. ഐസോസ്ലസ് ട്രപ്പീസി എന്ന് തരാൻ കാരണം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ ഡിയും ബി സിയും സെയിം ലെങ്ത് ആണ്. അപ്പൊ ഐസോസ്ലസ് ട്രപ്പീസിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അകത്ത് കിടക്കുന്ന ആംഗിൾസിന്റെ ചെയ്യുമ്പോൾ നോക്കാം. ഇവിടെ ആംഗിൾ സിയും ആംഗിൾ ഡിയും എങ്ങനെയായിരിക്കും? എ ഡി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് സൈഡ് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന്റെ ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് എഴുതുമ്പോൾ ആംഗിൾ സിയും ആംഗിൾ ഡിയും നമുക്ക് എത്ര തന്നെ കിട്ടും? 100 ഡിഗ്രി തന്നെ കിട്ടും. അതുപോലെ തന്നെ ആംഗിൾ ബിയും ആംഗിൾ എയും നമുക്ക് എത്രയായിരിക്കും വന്നത്? രണ്ടും 80 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുക, എ ബി പാരലൽ ടു സി ഡി അല്ലേ തന്നെ. എ ബി പാരലൽ ടു സി ഡി ആകുമ്പോൾ രണ്ട് പാരലൽ ലൈനെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ട്രാൻസ്വേഴ്സൽ ആണ് എ ഡി എന്ന് പറയുന്നത്. ഇപ്പൊ കോ ഇന്റീരിയർ ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് 100 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെ വന്നെ? 80 ഡിഗ്രി തന്നെ. അപ്പൊ എന്നാലാണ് നമ്മൾ എയും ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ബിയും സിയുടെ കേസ് വരാൻ നേരത്ത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ദ ഈക്വൽ സൈഡ്സ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് എന്ന് പറയുന്നത് എ ഡിയും ബി സി ആണ്. അപ്പൊ ഈ ആംഗിൾ 100, ആംഗിൾ സി എന്ന് പറയുന്നത് 100 ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കോ ഇന്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി കൊടുക്കാം. ആംഗിൾ സി 100 ആയതുകൊണ്ട് ആംഗിൾ ബി എന്ന് പറയുന്നത് നമുക്ക് എത്രയാന്ന് കിട്ടും? 80 ഡിഗ്രി ആന്ന് കിട്ടും.
ആംഗിൾ എയും 80 ഡിഗ്രി കിട്ടി, ആംഗിൾ ബിയും 80 ഡിഗ്രി കിട്ടി, ആംഗിൾ സി നമുക്ക് 100 ഡിഗ്രി കിട്ടി. ഇത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ബിറ്റിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്ത ട്രപ്പീസിയം എന്ന് പറയുന്നത് ABCD ആണ്. ലെറ്റ് ദ ഗിവൺ ട്രപ്പീസിയം ബി ABCD. ഇവിടെ തന്നിട്ടുണ്ട് ഏതാണ്, AD ഈസ് ഈക്വൽ ടു BC എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമുക്കിടെ DC, ഇതാണ് നമുക്കിടെ AB, ADയും BCയും ഈക്വൽ ആണ്, ആംഗിൾ D 100 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ADയും BCയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്തറിയാം, എന്ത് എഴുതാൻ പറ്റും? സിൻസ് AD ഈസ് ഈക്വൽ ടു BC, ABCD ഈസ് ആൻ ഐസോസ്ലസ് ട്രപ്പീസിയം. ഐസോസ്ലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ സിൻസും ദർഫോറും വ്യത്യാസമുണ്ട് കേട്ടോ. ദർഫോർ താഴെയാണ് 2 കുത്തുവന, സിൻസിന് മുകളിലാണ് 2 കുത്തുവന. അപ്പൊ ഇവിടെ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. AD എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് CB. അതുപോലെ തന്നെ CB എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ എയും ആംഗിൾ ഡിയും. അപ്പോൾ ആംഗിൾ സിയും ആംഗിൾ ഡിയും അതുകൊണ്ട് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഇനി AB പാരലൽ ടു CD ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? ആംഗിൾ A പ്ലസ് ആംഗിൾ D എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ആംഗിൾ A പ്ലസ് 100 ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ A എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 മൈനസ് 100. 180 മൈനസ് 100 80 ഡിഗ്രി. അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. ആംഗിൾ C 100 ആണെന്ന് തന്നിട്ടുണ്ട്, അല്ല നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആംഗിൾ B എന്ന് പറയുന്നത് എത്രയായിരിക്കും വന്നത്? 180 മൈനസ് 100, അതും എത്രയാന്ന് കിട്ടി? 80 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ C കിട്ടി, A കിട്ടി, B കിട്ടി. ഇനി നമുക്കിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Draw a Venn diagram showing the set of parallelograms, kite, rhombus, rectangles and square. Then answer the following question. ഇവിടെ വെൻ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏതൊക്കെ വേണം? പാരലോഗ്രാം വേണം, കൈറ്റ് വേണം, റോംബസ് വേണം, റെക്റ്റാങ്കിൾ വേണം, സ്ക്വയർ വേണം. അത് കഴിഞ്ഞിട്ട് ഇതിൽ ആൻസർ ചെയ്താനായിട്ട്. ഇവിടെ നമുക്കിവിടെ ടെസ്റ്റിൻ്റെ ലാസ്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ സെയിം ഫിഗർ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഏറ്റവും പുറത്താണ് ഇവർ ട്രപ്പീസിയം കൊടുത്തിരിക്കുന്നത്. ഇതാണ് ട്രപ്പീസിയത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ഈ അകത്ത് എഴുതിയേക്കണ ഈ ഗ്രീൻ ഷെയ്ഡി വരുന്നതാണ് നമുക്കിടെ പാരലോഗ്രാം. ഈ പാരലോഗ്രത്തിന്റെ അകത്ത് ആണ് ആര് വരുന്നത്? റെക്റ്റാങ്കിൾ വരുന്നത്. റെക്റ്റാങ്കിളിന്റെ അകത്താണ് ആര് വരുന്നത്? സ്ക്വയർ വരുന്നത്. ഈ സ്ക്വയറും റോംബസും കണക്റ്റഡ് ആണ്. ഈ ഗ്രീൻ വരുന്നതാണ് റോംബസ്. ഇനി അതുപോലെ തന്നെ കൈറ്റും റോംബസും ആണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പം ഇതെങ്ങനെ കണക്റ്റഡ് ആയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫിഗർ വരയ്ക്കുവാണെങ്കിൽ എവരി റെക്റ്റാങ്കിൾ ഈസ് എ പാരലോഗ്രാം. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമല്ലോ. അപ്പം നമ്മൾ പാരലോഗ്രാം ഏറ്റവും വലിയ സെറ്റായിട്ട് നമുക്ക് വരുന്നത് പാരലോഗ്രാം ആയിരിക്കും. ഈ പാരലോഗ്രത്തിന്റെ അകത്ത് ആണ് ബാക്കിത്തെ കാര്യങ്ങൾ വരുന്നത്. പാരലോഗ്രത്തിന്റെ അകത്ത് വരുന്നതാണ് റെക്റ്റാങ്കിൾ. പാരലോഗ്രത്തിന്റെ അകത്താണ് നമുക്കിടെ റെക്റ്റാങ്കിൾ വരുന്നത്. പാരലോഗ്രത്തിന്റെ കണ്ടീഷൻ എന്നാ? അതിന്റെ സൈഡ്സ് പാരലലും ആണ്, അതുപോലെ തന്നെ അത് ഈക്വലും ആണ്. ഈ റെക്റ്റാങ്കിളിന്റെ കണ്ടീഷൻ എന്നാ വരുന്നത്? ഈ പാരലോഗ്രത്തിന്
നമ്മൾ 90 ഡിഗ്രി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് റെക്റ്റാങ്കിൾ. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആകുമ്പോൾ പാരലോഗ്രാം എന്തായിട്ട് മാറും? റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. അപ്പോൾ എല്ലാ റെക്റ്റാങ്കിളും എന്താണ്? പാരലോഗ്രാം ആണ്. അപ്പൊ ഈ റെക്റ്റാങ്കിളിന്റെ കണ്ടീഷനിൽ നിന്നാണ് നമുക്ക് പാരലോഗ്രാം കിട്ടുന്നത്. 90 ഡിഗ്രി ആകുന്ന എവരി റെക്റ്റാങ്കിൾ ഈസ് എ പാരലോഗ്രാം. അപ്പൊ പാരലോഗ്രത്തിന്റെ അകത്താണ് റെക്റ്റാങ്കിൾ വരുന്നത്. അതുപോലെ തന്നെ എല്ലാ സ്ക്വയറും എന്താണ്? എല്ലാ സ്ക്വയറും റെക്റ്റാങ്കിൾ ആണ്. അപ്പൊ ഈ സ്ക്വയർ ആർക്കടെ അടുത്ത് വരും? റെക്റ്റാങ്കിളിന്റെ അകത്ത് വരും. നമുക്ക് സ്ക്വയറിന്റെ പ്രത്യേകത എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. റെക്റ്റാങ്കിളിന് ഈ കണ്ടീഷൻ തന്നെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ റെക്റ്റാങ്കിളിന്റെ അകത്ത് നമുക്ക് ആരെ വരയ്ക്കാൻ പറ്റും? സ്ക്വയറിനെ വരയ്ക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ അകത്ത് ഈ റോംബസ് ഈ റെക്റ്റാങ്കിളിന്റെ അകത്ത് പെടുന്നതല്ല. അപ്പൊ നമ്മളത് കുറച്ച് നീക്കി വേണം വരയ്ക്കാനായിട്ട്. പിന്നെ അടുത്ത കണ്ടീഷൻ പറയുന്നത് എല്ലാ സ്ക്വയറും എങ്ങനെയാണ്? എല്ലാ സ്ക്വയറും റോംബസ് ആണ്. സ്ക്വയറിന്റെ റോംബസിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡ്സ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ റോംബസില് ആംഗിൾസ് 90 ഡിഗ്രി അല്ല. ഇതാണ് ഈ റോംബസും സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അത് സ്ക്വയർ ആയിരിക്കും. സൈഡ്സുകൾ കൂട്ടിമുട്ടുന്ന ആംഗിൾസ് 90 ഡിഗ്രി അല്ലെങ്കിൽ അതെന്താണ്? റോംബസ് ആണ്. അതുപോലെ തന്നെ എല്ലാ റോംബസും കൈറ്റ് ആണ്. കൈറ്റിന്റെ പ്രത്യേകത എന്താ? അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. റോംബസിനും എന്താണ്? അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആണ്. എല്ലാ സൈഡും ഈക്വൽ ആണ്. അതുപോലെ തന്നെ അഡ്ജസന്റ് സൈഡും കൂടി ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതെ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഫിഗർ വരുന്നത്. ഇങ്ങനെയും നമുക്ക് എഴുതാം. ഏറ്റവും അകത്ത് വരുന്ന സൈഡ് എന്ന് പറയുന്നതാണ് നമുക്കിടെ പാരലോഗ്രാം. പാരലോഗ്രത്തിന്റെ അകത്ത് വരുന്നതാണ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിന്റെ അകത്ത് വരുന്നതാണ് സ്ക്വയർ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാമായിരുന്നു. ഇതിന്റെ അകത്ത് നമുക്ക് സ്ക്വയറിനെ കൊടുക്കാമായിരുന്നു. പക്ഷെ ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറം ഒരു റോംബസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നടുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ റോംബസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ അല്ല. അപ്പൊ അതുമായിട്ട് സൈഡില് ഇങ്ങനെ കണക്ഷനെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പക്ഷെ അത് പാരലോഗ്രാണ്. അപ്പൊ ഇത് പാരലോഗ്രത്തിന്റെ ഒരു പോർഷൻ ആയിട്ട് ഇത്രയും പോർഷൻ നമുക്ക് റോംബസ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഈ റോംബസും കൈറ്റും തമ്മിലാണ് റിലേഷൻ വരുന്നത്. അപ്പൊ റോംബസിന്റെ പുറത്താണ് നമ്മൾ എന്ത് വരുത്തുന്നത്? കൈറ്റിനെ വരയ്ക്കുന്നത്. ഈ കണ്ടീഷൻ ഓർത്ത് വെക്കുക. ഏറ്റവും പുറത്ത് വരുന്നയാളാണ് കൈറ്റ്. കൈറ്റും അതുപോലെ തന്നെ ഈ റോംബസും ആയിട്ട് ബന്ധമുണ്ട്. റോംബസും സ്ക്വയറും ആയിട്ടാണ് ബന്ധം. സ്ക്വയറും റെക്റ്റാങ്കിളും ആയിട്ട് ബന്ധം. റെക്റ്റാങ്കിളും പാരലോഗ്രാം ആയിട്ട് കണക്ഷൻ. അങ്ങനെയാണ് പോകുന്നത്. ഇനി നമുക്കിടെ അടുത്ത് വെച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകിൽ നമുക്ക് ആ ഇത് പറഞ്ഞിരിക്കുന്ന പോലെ ആ ഇത് ചെയ്യാം. ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന സെയിം ഫിഗർ തന്നെ മതി. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലത് നമുക്ക് ഈ ഫിഗർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ക്വാഡ്രിലാറ്ററൽ ദാറ്റ് ഈസ് ബോത്ത് എ കൈറ്റ് ആൻഡ് എ പാരലോഗ്രാം? ഏത് ക്വാഡ്രിലാറ്ററൽ ആണ് ഒരേ സമയത്ത് കൈറ്റും അതുപോലെ തന്നെ പാരലോഗ്രാം ആകുന്നത്? കൈറ്റും പാരലോഗ്രാം ആകുന്നത് ഏതായിരിക്കും? ഇപ്പൊ ഇത്രയെല്ലാം നമ്മൾ കണ്ടുപിടിച്ചതെന്ന് നമുക്ക് ഏതാ മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് റോംബസ് ആണ്. റോംബസ് ഈസ് ബോത്ത് എ കൈറ്റ് ആൻഡ് എ പാരലോഗ്രാം. നമുക്കിവിടെ ഫിഗർ വേണമെങ്കിൽ നോക്കിക്കോ. ഈ ഫിഗറിൽ കൈറ്റും ആണ് അതുപോലെ തന്നെ പാരലോഗ്രാം ആണ്. ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമുക്കിവിടെ റോംബസ് മാത്രമാണ്. അപ്പൊ റോംബസ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഇവിടുത്തെ ആൻസർ റോംബസ്. റോംബസ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ ദാറ്റ് ഈസ് എ കൈറ്റ്. കാരണം എന്താ? Because it has two pair of equal adjacent side. റോംബസിന് 2 pair of equal adjacent side ഉണ്ട്. അതുപോലെ തന്നെ അത് പാരലോഗ്രാം ആണ്. കാരണം എന്താ? Because opposite sides are equal. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും റോംബസ് എന്ന് പറയണത് കൈറ്റും പാരലോഗ്രാം കൂടി ചേരുന്നതാണ്. കൈറ്റ് പ്ലസ് പാരലോഗ്രാം ആണ് നമുക്കിടെ റോംബസ്. ഇനി നമുക്കിവിടെ സെക്കൻഡ് ബിറ്റ്, can there be a quadrilateral that is both a kite and a rectangle? കൈറ്റും റെക്റ്റാങ്കിളും ആകുന്ന ക്വാഡ്രിലാറ്ററൽ ഉണ്ടോ?
നോക്കിക്കോ, ഇത് കൈറ്റ്, ഇത് റെക്റ്റാങ്കിള്, ഇത് രണ്ടും കൂടി ആകുന്ന ക്വാഡ്രിലാറ്ററൽ ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ ഏതാ വന്നെ നോക്കിക്കേ. കൈറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ അതൊരു റെക്റ്റാങ്കിളും വരുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ആരാ? സ്ക്വയർ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്. But only in one special case, a square is a quadrilateral that is both kite and a rectangle. ഈ സ്ക്വയർ വരാനുള്ള കാരണം എന്താ? കൈറ്റിന്റെ പ്രോപ്പർട്ടി അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 2 pair of adjacent equal sides ആണ് കൈറ്റിന് തന്നെ. സ്ക്വയറിനെ സംബന്ധിച്ച് എന്താ വരുന്നത്? അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. പിന്നെ സ്ക്വയറിന് ആംഗിൾസ് എത്രയാണ്? 90 ഡിഗ്രിയാണ് വരുന്നത്. റെക്റ്റാങ്കിളിന്റെ ആംഗിൾ എത്ര തന്നെയാണ് വരുന്നത്? 90 ഡിഗ്രി തന്നെയാണ് വരുന്നത്. അപ്പൊ 90 ഡിഗ്രിയും അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതാണ്? സ്ക്വയറിനാണ്. ഇനി അടുത്ത കണ്ടീഷൻ, ഈസ് എവരി കൈറ്റ് എ റോംബസ്? എല്ലാ കൈറ്റിനെയും നമുക്ക് റോംബസ് എന്ന് വിളിക്കാൻ പറ്റുമോ? അതില്ല. പിന്നെ നമുക്ക് ആ പേര് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കൈറ്റിന്റെ പ്രത്യേകത ഒരു പേരെ അഡ്ജസന്റ് സൈഡ്സ് ആയിട്ടുള്ളൂ. നോ, എവരി കൈറ്റ് ഈസ് നോട്ട് എ റോംബസ്. ഇനി ഇഫ് നോട്ട്, വാട്ട് ഈസ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ? അങ്ങനെയാണെങ്കിൽ രണ്ട് ക്വാഡ്രിലാറ്ററൽ ടൈപ്പിന്റെ റിലേഷൻ എങ്ങനെയാണ്? നേരെ തിരിച്ചു ട്രൂ ആണ്. എവരി റോംബസ് എങ്ങനെയായിരിക്കും? കൈറ്റ് ആയിരിക്കും. എവരി റോംബസ് ഈസ് എ കൈറ്റ്. കാരണം എന്താ? റോംബസിനെ സംബന്ധിച്ച് അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതുപോലെ തന്നെ it has 2 pair of adjacent sides. കൈറ്റിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ അയച്ചാൽ മതി. ഇവിടെ അഡ്ജസന്റ് സൈഡ് ഈക്വലാ. എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ ഇത് എന്തെന്ന് പറയാം? ഇവിടെ അഡ്ജസന്റ് സൈഡ് ഈക്വലാന്ന് പറയാം. അപ്പൊ എല്ലാ റോംബസും കൈറ്റ് ആണ്, പക്ഷെ കൈറ്റ് റോംബസ് അല്ല. കൈറ്റ് റോംബസ് ആവാത്തതിന്റെ കാരണം ഇവിടെ അഡ്ജസന്റ് സൈഡ്സ് മാത്രമേ ഈക്വൽ ഉള്ളൂ. റോംബസിനെ സംബന്ധിച്ച് എന്താവണം? എല്ലാ സൈഡും ഈക്വൽ ആവണം. അപ്പൊ ഈ പ്രോപ്പർട്ടിയാണ് ട്രൂ ആയിട്ടുള്ളത്. എവരി റോംബസ് ഈസ് എ കൈറ്റ് എന്ന പ്രോപ്പർട്ടിയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്കിവിടെ 5th ക്വസ്റ്റ്യൻ. ഇഫ് എ പെയർ RODS are 2 rectangle, then find angle IOD. നമുക്ക് IOD കണ്ടുപിടിക്കണം. IOD കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് PAIR-ഉം RODS എങ്ങനെയാണ്? റെക്റ്റാങ്കിൾ ആണെന്ന് തന്നിട്ടുണ്ട്. റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഈ ആംഗിൾ I എന്ന് പറയുന്നത് എന്തായാലും എത്രയായിരിക്കും? തന്നെ 90 ഡിഗ്രി ആലോ വരുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ കൺസിഡർ ഇൻ ട്രയാങ്കിൾ RIO നമ്മൾ എടുക്കാൻ നേരത്ത് നമുക്ക് എഴുതാം ആംഗിൾ ORI പ്ലസ് ആംഗിൾ RIO പ്ലസ് ആംഗിൾ IOR. ഇതെല്ലാം കൂടി ചേരുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് ട്രയാങ്കിൾ അനുസരിച്ച്. ഇത് 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. RIO 90 ഡിഗ്രി ആണെന്ന് അറിയാം, കാരണം റെക്റ്റാങ്കിൾ ആയതുകൊണ്ട്. പ്ലസ് ആംഗിൾ IOR എന്ന് പറയുന്നത് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇനി 30യും 90യും കൂടി കൂടുമ്പോൾ 120 ഡിഗ്രി കിട്ടി. 120 ഡിഗ്രി എന്ന് പറയണതും ആംഗിൾ IOR-ഉം കൂടി കൂടുമ്പോഴാണ് നമുക്ക് 180 ഡിഗ്രി കിട്ടുന്നത്. അപ്പൊ ആംഗിൾ IOR എന്ന് പറയുന്നത് എത്രയായിരിക്കും? പിന്നെ 180 മൈനസ് 120. 180 മൈനസ് 120 എത്രയാന്ന് കിട്ടി? 60 ഡിഗ്രി. അപ്പൊ ഈ ആംഗിള് 60 ഡിഗ്രി ആന്ന് കിട്ടി. ഇനി ഈ RODS എന്ന് പറയുന്നതും ഒരു റെക്റ്റാങ്കിൾ തന്നെയാലോ. അപ്പൊ ഇതിന്റെ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും വരുന്നത്? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ IOD പ്ലസ് ആംഗിൾ IOR എത്രയായിരിക്കും വരുന്നത്? 90 ഡിഗ്രി ആയിരിക്കും. കാരണം സിൻസ് ആംഗിൾ DOR ഈക്വൽ ടു 90 ഡിഗ്രി, ആംഗിൾസ് ഓഫ് എ റെക്റ്റാങ്കിൾ RODS. IOD നമ്മൾക്ക് 60 ഡിഗ്രി ആണ് കിട്ടി. 60 ഡിഗ്രി പ്ലസ് ആംഗിൾ IOR ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ IOR-നെ നമുക്ക് എങ്ങനെ എഴുതാം? 90 മൈനസ് 60 എഴുതാം. 90 മൈനസ് 60 എത്ര കിട്ടും? 30 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ സൈഡില് ഇവിടെ കിടക്കുന്ന ആംഗിൾ എത്രയാന്ന് കിട്ടി? 30 ഡിഗ്രി. അതല്ലേ നമുക്കിവിടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന IOD ആണ്, IOR അല്ല.
IOD ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇവിടെ തിരിഞ്ഞു വരും. IOD ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ആംഗിൾ IOD എന്ന് എഴുതുക. IOR 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ആംഗിൾ IOD എന്ന് പറയുന്നത് 90 - 60 90 - 60 30 ഡിഗ്രി. ഈ പോർഷൻ IOD ഇത്ര ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് 30 ഡിഗ്രിയാന്ന് കിട്ടി. ഇവിടെ ആകെ നമ്മൾ റെക്റ്റാങ്കിളിന്റെ പ്രോപ്പർട്ടി മാത്രമേ കൊടുത്തോളൂ. ആംഗിൾ ഐയും 90 ഡിഗ്രിയാണ്, ആംഗിൾ ഒയും ടോട്ടൽ 90 ഡിഗ്രിയാണ്. അപ്പൊ 60 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 90 - 60 ചെയ്ത് വെച്ചാൽ മതി. അടുത്ത പോർഷൻ അടുത്ത ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.